സ്നേഹമേറെ നേടിയതോ നശ്വരം ബന്ധമോ ബന്ധനങ്ങൾ ഓടി ഞാൻ ദൂരമേറെ തേടി ഞാൻ സ്നേഹമേറെ നേടിയതോ നശ്വരം ബന്ധമോ ബന്ധനങ്ങൾ ഞാൻ പരദേശിയല്ലേ സ്വന്തമായൊന്നുമില്ല ഞാൻ പരദേശിയല്ലേ സ്വന്തമായൊന്നുമില്ല ഓടുന്നൂലാക്കിലേക്ക് പാടുകളേറ്റവനായി ഓടുന്നൂലാക്കിലേക്ക് പാടുകളേറ്റവനായി ഈ മരുയാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഖിയായി ഈ മരുയാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല ഭാരങ്ങളേറിടുമ്പോൾ കൂടെ വരും സഖിയായി ഉള്ളം കലങ്ങിടുമ്പോൾ തള്ളയാം യേശുനാഥൻ ഉള്ളം കലങ്ങിടുമ്പോൾ തള്ളയാം യേശുനാഥൻ ഉള്ളം കരങ്ങളിനാ മെല്ലിത്തഴുകിടുന്നു ഉള്ളം കരങ്ങളിനാ മെല്ലിത്തഴുകിടുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപകെട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളിച്ച് കലക്കമുണ്ടാക്കി വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. കയ്പ്, ഹൃദയത്തിൽ കയ്പ്. യേശാവിൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടായി, നല്ല കോപമുണ്ടായി, നല്ല നീരസമുണ്ടായി, നല്ല പരുഷതയുണ്ടായി. കോപം കൊണ്ട് അങ്ങ് വിറയുകയായിരുന്നു യേശാവ്. യേശാവാരെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യേശാവ് ആദ്യജനായിരുന്നു. യേശാവിൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടായി, കയ്പുള്ള വേര് മുളച്ചു. വാസ്തവത്തിൽ ഒന്ന് കരുതിയിരുന്നെങ്കിൽ യേശാവിന് കയ്പുള്ള വേര് മുളയ്ക്കാതെ നിൽക്കാമായിരുന്നു. കാരണം ഒരു നല്ല പാരമ്പര്യത്തിലല്ലേ യേശാവ് ജനിച്ചത്. അബ്രഹാം പിതാവിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച കൊച്ചുമോൻ, ഇസ്ഹാക്കിൻ്റെ സ്വന്തം മകൻ. എന്തൊരു പാരമ്പര്യത്തിൻ്റെ പ്രസക്തി, നല്ലതല്ലേ? പൂർവികന്മാരിൽ നിന്ന് ചില നന്മകൾ നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ പൂർവികന്മാർ ചില നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹമെല്ലാം നമുക്ക് കിട്ടും. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള ചാൻസസ് കിട്ടും, അനുഗ്രഹം പ്രാപിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. അവസരങ്ങൾ കർത്താവ് തരും.
പൂർവികന്മാരുടെ അനുഗ്രഹം, പൂർവികന്മാർ നേടിയെടുത്തതായ, അവർ സമ്പാദിച്ചതായ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ. അബ്രഹാം പിതാവ് അനുഗ്രഹത്തിൻ്റെ വക്താവായിരുന്നു, അനുഗ്രഹത്തിൻ്റെ അനുഭോക്താവായിരുന്നു, എന്ന് വെച്ചാൽ അനുഭവിക്കുന്നയാളായിരുന്നു. അബ്രഹാം പിതാവ് അനുഗ്രഹം മാത്രമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. വിശ്വാസ വീരനായിരുന്നു. വിളിക്കപ്പെട്ടപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ലായിരുന്നു അബ്രഹാമിന്. നീ പുറപ്പെടുക എന്നേ പറഞ്ഞുള്ളൂ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ നീ പുറപ്പെടുക, എങ്ങോട്ടാണാവോ അതറിയാൻ പാടില്ല. ഒരു നിശ്ചയമില്ലാത്ത ശൂന്യതയിലേക്കുള്ള ഒരു എടുത്തിയാട്ടമായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം. അത് വിശ്വാസമാണ്. ഒരു നിശ്ചയമില്ല, എന്തെങ്കിലും ഒരു ഷുവർട്ടി, ഒരു ഉറപ്പ് കിട്ടുന്നൊന്നുമില്ല, ഒരു ഉറപ്പുമില്ല. ദൈവം വിളിച്ചു, ദൈവം പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെട്ടു. അനേക വർഷങ്ങളായി അബ്രഹാമിൻ്റെ അപ്പനായ തേറഹും മറ്റും താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന്, മെസൊപ്പൊട്ടോമിയൻ സമതലത്തിൽ നിന്ന് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളെല്ലാം കടന്ന് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണാവോ? ഓരോ ചുവടും വയ്ക്കുവാൻ കർത്താവ് വഴി കാണിച്ച് നയിക്കുകയായിരുന്നു. വിശ്വാസത്തോടെ നാം പുറപ്പെട്ടാൽ നിങ്ങളെ കർത്താവ് നടത്തും, ഉറപ്പാണ്. വിശ്വാസം അതൊരു നിധിയാണ്, അത് സ്വത്താണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വേണം, ഒരു നിധിയാണത്, സ്വത്താണ് വിശ്വാസം. ക്രിസ്തുവിൽ വിശ്വാസം, നിത്യനായ ദൈവത്തിൽ വിശ്വാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വാസം, ദൈവത്തിൻ്റെ മക്കളുടെ വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലൊരു വിശ്വാസം. ഈ ദൈവവചനത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വചനം ദൈവത്തിൻ്റെ വചനമാണ്. ചിലപ്പോൾ നമുക്ക് മുഴുവൻ മനസ്സിലായിന്ന് വരില്ല. ഞാൻ പറയാറില്ല, എനിക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഇപ്പോഴും പിടികിട്ടുന്നില്ല, അറിയാൻ വയ്യ. വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ദഹിച്ച് ചേരുന്നില്ല, മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ഗുണമുണ്ട്, എനിക്കൊരു സംശയമില്ല, അതങ്ങനെ തന്നെ. ഒരിക്കൽ ഒരു കോളേജിൽ വളരെ ജ്ഞാനിയായൊരു തത്വചിന്തകൻ വന്നു. വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തിയതാണ്, ഒരു ഗസ്റ്റ് ലെക്ചറർ. അദ്ദേഹം ഒരു അതിഥിയെ പോലെ കോളേജിൽ വന്നു, സ്വീകരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ പിള്ളേരെല്ലാവരും കൂടി, ഒരുപാട് പിള്ളേർ, അധ്യാപകരുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും അപ്പാടെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പലതും സിംബോളിക്കാണ്, പലതും ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്, രൂപക ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. അതൊന്നും വിശ്വസിക്കണമെന്നില്ല. ഉദാഹരണമായി ചെങ്കടൽ പിളർന്നു എന്ന് പറയുന്നു. ചെങ്കടൽ പിളർന്നു, 6 ലക്ഷം പേര് ആ ചെങ്കടൽ കൂടി നടന്നു കയറി. അത് കഴിഞ്ഞ് പിന്നെ ഫറവോനും അവൻ്റെ രഥങ്ങളും കുതിരകളും വന്നപ്പോൾ അവരെല്ലാം മുങ്ങിപ്പോയി. ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, കാരണം അവിടെ അന്ന് കണങ്കാലിൻ്റെ അത്ര വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കണങ്കാൽ അത്രയ്ക്ക് ഉള്ള പൊക്കമേ വെള്ളത്തിനുണ്ടായിരുന്നുള്ളൂ, അത്ര കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ കടന്നു പോയത്, ചെങ്കടൽ കടന്നത്. ഉടനെ പിറകിൽ നിന്ന് ഹാലേലുയ്യ എന്ന് ഏതൊരു വിദ്യാർത്ഥി വിളിച്ചു, ഹാലേലുയ്യ. വേറൊരു വിദ്യാർത്ഥി വിളിച്ചു, സ്തോത്രം 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 എന്ന്. അദ്ദേഹം ഒന്ന് നോക്കി, എന്താ നിങ്ങൾ ഇതിൽ സ്തുതിക്കാൻ ഹാലേലുയ്യ പറയാൻ കാരണം? അതല്ല സാറേ, അത് ഈ കാലിൻ്റെ കണങ്കാലോളമുള്ള വെള്ളത്തിൽ ഫറവോനും രഥങ്ങളും കുതിരകളും ഒക്കെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ, മഹാത്ഭുതമല്ലേ? കണങ്കാലിൻ്റെ അത്രയും വെള്ളമുള്ളൂ, അപ്പോൾ അത്രയും കുറച്ച് വെള്ളത്തിൽ ഇത്ര വലിയ സൈന്യം മുഴുവൻ മുങ്ങിയെന്നൊക്കെ പറയുന്നത് അതൊരു അത്ഭുതമല്ലേ? ഉടനെ അദ്ദേഹം എനിക്ക് നിങ്ങളോട് പറയാൻ ഇനിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി, പ്രസംഗം നിർത്തി. ഈ മനുഷ്യൻ്റെ ബുദ്ധിയിൽ പലതും ഇങ്ങനെ കണ്ടുപിടിക്കും, പലതും കണ്ടുപിടിക്കും. നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തെക്കുറിച്ച് ഒരവസരത്തിൽ എനിക്കൊരാൾ എഴുതിയിരിങ്ങനെയാണ്, താൻ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലാണെന്ന് പറയുന്നല്ലോ, താൻ ഒരു വിവരദോഷിയാണ്. കാർഡിൽ എഴുതിയിരിക്കുന്നത്, കാർഡിൽ താനൊരു വിവരദോഷിയാണ്. നോഹയുടെ കാലത്ത് ഇങ്ങനെ പ്രളയം ഉണ്ടായെന്നൊക്കെ പറയുന്നത് താൻ ഇതൊക്കെ പ്രസംഗിക്കുന്ന മണ്ടത്തരായത്. അത് എഴുതിയ ആൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിരുന്നു. ഞാൻ മറുപടി എഴുതിയില്ല, താൻ വിവരദോഷിയാണ് എന്നെ നല്ലപോലെ കളിയാക്കിക്കൊണ്ട് എഴുതിയത്. എനിക്കൊരു പരിഭവം തോന്നിയില്ല, കാരണം പാവം അദ്ദേഹത്തിന് മനസ്സിലായില്ല. നോഹയുടെ കാലത്ത് ജലപ്രളയം എന്ന് പറയുന്നത് അത് ലോകമെങ്ങും മൂടി, അതൊരു ചരിത്ര വസ്തുതയാണ്. അത് അവിടെ ആ പ്രദേശത്ത് മാത്രമൊന്നും മൂടിയതല്ലത്, ലോകം ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതൊരു സത്യമാണ്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, വേറെ എങ്ങും നോക്കണ്ട,
വേദപുസ്തകത്തിലെ സത്യങ്ങൾ നിത്യസത്യങ്ങളാണ്. എന്നാൽ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന സത്യങ്ങൾ തൽക്കാലത്തേക്ക് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് ശാസ്ത്രം തിരുത്തി പറയും. ഐസക് ന്യൂട്ടൺ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. ഐസക് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും വളരെ വളരെ വിജ്ഞേയമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. പക്ഷേ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ഐൻസ്റ്റീൻ വന്നപ്പോൾ, ഡോക്ടർ ഐൻസ്റ്റീൻ വന്നപ്പോൾ ലോ ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചു. ലോ ഓഫ് ഗ്രാവിറ്റി താഴെ പോയി, റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നതിനെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ സത്യം വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക. ഒരണു പോലും നിങ്ങൾക്ക് സംശയം വരരുത്. വചനത്തിലുണ്ടോ ശരി. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ വചനത്തെ ആസ്പദമാക്കണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, വചനാനുസൃതമായിരിക്കണം നമ്മുടെ പോക്കുകൾ. ഒരു ചെറിയ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ കരുതണം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, പോരാ ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, അനുസരിക്കണം. ഇതെല്ലാം വേദപുസ്തകത്തിൽ തത്വചിന്തകളാണ്, വേദപുസ്തകത്തിൽ തന്നിരിക്കുന്നതാണ്. ഇത് വല്ലതും നാം അനുസരിക്കുന്നുണ്ടോ? എത്രയോ പേര് കൂട്ടായ്മയിൽ വരുന്നവർ പോലും ഭാര്യമാരെ ഭർത്താവിനെ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്നവരാണോ? ഭാര്യമാർ ഭർത്താവിനെ പൂർണ്ണമായിട്ട് കീഴടങ്ങി സ്നേഹത്തോടെ വിനയത്തോടെ അനുസരിച്ച് നിൽക്കുന്നവരാണോ? പരസ്പരം ശണ്ട നന്നല്ല സന്തോഷമായിട്ട് തുടങ്ങിയാലും അവസാനം ശണ്ടയിൽ തീരുന്നു. തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും വിതർക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? പല വീടുകളിൽ ഇങ്ങനെയല്ലേ? വേദപുസ്തകം വായിക്കുന്നവരല്ലേ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. വേദപുസ്തകം പറയുന്നതാണ്. ഇത് നമ്മുടെ പുരുഷന്മാർ അംഗീകരിക്കുന്നുണ്ടോ? ഭാര്യ ഒരു വേലക്കാരിയെ പോലെ വേല ചെയ്യാനുള്ള ഒരാളെന്നല്ലാതെ ഭാര്യയെ ബഹുമാനിക്കുന്നില്ല. വേദപുസ്തകപ്രകാരം നോക്കുമ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായി അനുഭവിക്കേണ്ട വാക്യങ്ങളാണ്. അനുഭവിക്കുക മാത്രമല്ല, അതനുസരിക്കുന്നതിൽ കൂടി അനുഗ്രഹം പ്രാപിക്കേണ്ട വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തെ വിശ്വസിക്കണം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, നിത്യപിതാവായ ദൈവത്തെ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവാം ദൈവത്തെ വിശ്വസിക്കണം, കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവമക്കളെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ചിന്താക്കുഴപ്പങ്ങൾ കിടം കൊടുക്കരുത്. ആരെല്ലാം എന്തെല്ലാം ചിന്താക്കുഴപ്പം കൊണ്ടുവന്നാലും നിങ്ങൾ പതറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പിതാവ് വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന് അനുഗ്രഹങ്ങൾ മതിയാതവണ്ണം കിട്ടിക്കഴിഞ്ഞു. അതുപോലെ അതിലില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചു. ദൈവം ഓരോ ചുവടും അബ്രഹാമിന് നടത്തി. ഇസ്ഹാക്ക് അതുപോലെ തന്നെ അപ്പനെ അനുസരിക്കുന്ന മോനായിരുന്നു. എന്തൊരു നല്ല പാരമ്പര്യം! നല്ല അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരൻ. അപ്പൻ എന്തു പറഞ്ഞോ അത് അപ്പാടെ അനുസരിക്കുന്നവൻ. ഇനി യാഗം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടി കൊടുത്തു, ഒരു മടിയുമില്ല. കൊല്ലുകയാണോ, കൈ നീട്ടി കൊടുത്തു. നമുക്ക് ചിന്തിക്കുമ്പോഴൊക്കെ അത്ഭുതമായി തോന്നും. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും സിംബോളിക്കല്ല, അതൊന്നും പ്രതീകാത്മകമല്ല, ആലങ്കാരിക ഭാഷയിൽ പറയുന്നതല്ല. ഇസ്ഹാക്ക് കൈ നീട്ടി കൊടുത്തു. ഇസ്ഹാക്കിൻ്റെ കൈ രണ്ടിച്ച് കൂട്ടി കെട്ടി, കാലും കൂട്ടി യാഗപീഠത്തിൽ കിടത്തി, വിറക് മീതെ കിടത്തി. അപ്പൻ വെട്ടാനായിട്ട് കത്തി ഒങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവം തടഞ്ഞു. ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്, അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. അത്രയും അനുസരണമുള്ളൊരു മകൻ. അങ്ങനെയുള്ള വിശ്വാസിയായ അബ്രഹാമിൻ്റെയും അനുസരണമുള്ളവനായ ഇസ്ഹാക്കിൻ്റെയും സന്തതി പരമ്പരയിൽ ആ ഇസ്ഹാക്കിൻ്റെ മകനായി ഏശാവ് ജനിച്ചു. പക്ഷേ ഏശാവിൻ്റെ ഉള്ളിൽ കയ്പുള്ള വേര് മുളച്ചു. സങ്കടമായിപ്പോയി, വളരെ സങ്കടമായിപ്പോയി. നല്ല പൂർവിക പാരമ്പര്യമുള്ള, നല്ല ആഠ്യത്വമുള്ള, നല്ല വിശ്വാസദാർഢ്യമുള്ള ആ കുടുംബത്തിൽ ഇതാ ഒരു വിഷവിത്ത് അവിടെ പിറന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക്, ദൈവങ്ങളെ, നിങ്ങൾ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നവരാണോ? അപ്പൻ ആഭിജാത്യമുള്ളവനായിരിക്കും, അപ്പൻ നിഷ്കളങ്ക സ്നേഹമുള്ളവനായിരിക്കും, അപ്പൻ സാധുക്കളോട് ദയാലുവായിരിക്കും, പാവപ്പെട്ടവരുടെ കരുണയുള്ളവനായിരിക്കും. നിങ്ങളെങ്ങനെയാണോ? മക്കളെ പാരമ്പര്യം തുടരാൻ താല്പര്യമുണ്ടോ? ജീവിതത്തിൽ അനുഗ്രഹീതമായ പാരമ്പര്യങ്ങൾ നാം തുടരണം. പാരമ്പര്യത്തെ നാം അവഗണിക്കുകയല്ല, പാരമ്പര്യത്തെ നാം സ്വീകരിച്ച്, പരിഗണിച്ച്, സ്വാംശീകരിച്ച് അനുഗ്രഹം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏശാവ് വലിയൊരു നഷ്ടത്തിന് ഉത്തരവാദിയായി തീർന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കിയിട്ട് അനേകരതിനാൽ മലിനപ്പെട്ടു പോയി എന്നാണ് വായിക്കുന്നത്. വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകരതിനാൽ മലിനപ്പെടുകയോ
അനേകർ മലിനപ്പെടാൻ വരും. ഒരാളുടെ ഉള്ളിൽ ഒരു കയ്പുള്ള വേര് മുളച്ചാൽ ആരോടെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടായാൽ, യേശാവിന് സ്വന്തം സഹോദരനോട് വൈരാഗ്യം ഉണ്ടായത്, അത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങൾ പലപ്പോഴും പലരുമായി ഐക്യത്തിലല്ല. കാര്യം അപ്പൻ സ്വത്തൊക്കെ വീതിച്ച് കൊടുത്ത് കാണും, മക്കളെ പല വീടുകളൊക്കെ വെച്ച് കൊടുത്ത് പറഞ്ഞു വിട്ട് കാണും. പക്ഷേ ഉള്ളിൽ എന്തെല്ലാമോ ചില ഇഷ്ടക്കേടുകളോ മുഷിച്ചിലുകളോ ചില പരിഭവങ്ങളോ ഒക്കെ പരസ്പരമുണ്ട്. പല വീടുകളിലും അങ്ങനെയാണ്, പല വീടുകളിലും. എന്നാൽ പുറമേ നോക്കിയാൽ അങ്ങനെ ആർക്കും കാണത്തക്കവണ്ണമുള്ള വൈരാഗ്യമോ പകയോ വിദ്വേഷമോ ഒന്നുമില്ല, അടിപിടി കലശലോ ഒന്നുമില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചില പുഴുക്കേടുകളുണ്ട്, അനേകർക്കുണ്ട്. കയ്പുള്ള വേര്, കയ്പുള്ള വേര് മുളയ്ക്കാൻ ഒരിക്കലും ഇട വരുത്തരുത്. നീരസം വരാനിട വരുത്തരുത്. ഒരിക്കലും മുഷിൽ വരാനിട വരുത്തരുത്. ഒരിക്കലും എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, എൻ്റെ ജീവിതത്തിൽ ആരോടും മുഷിയരുത് എന്നുള്ളൊരു നിർബന്ധം നോക്ക് വേണം. എന്തെല്ലാം നഷ്ടം വന്നാലും കഷ്ടം വന്നാലും ആരോടും പരിഭവിക്കരുത്, ആരോടും പരാതി ഉണ്ടായിരിക്കരുത് ഹൃദയത്തിൽ, ആരോടും നീരസം ഉണ്ടായിരിക്കരുത്, ആരോടും കയ്പുണ്ടായിരിക്കരുത്. ഹൃദയം നിഷ്കളങ്കമായിരിക്കണം, നിഷ്കളങ്ക ഹൃദയം. അതും ഞാൻ പറഞ്ഞിട്ട് അതൊരു സ്വത്താണ്, നിഷ്കളങ്ക ഹൃദയം. ആരോടും പരിഭവമില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും നമുക്ക് പരാതിയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയ കാലത്തേക്കാൾ കൂടുതലായി തുടങ്ങിയപ്പോൾ തന്നെ എതിർപ്പുകളുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു. ഉന്നതന്മാരായ ആളുകൾ ചിലർ പരിഹസിച്ചു, ശക്തമായി എതിർത്തു, ശക്തമായി. എന്നാൽ അന്ന് അങ്ങനെയുള്ള എതിർപ്പുകളുടെ മധ്യത്തിലും കൂട്ടായ്മ വളർന്നുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ പിന്നെ ചിന്തിച്ചു, ദൈവം എന്തൊരത്ഭുതമാണ് ചെയ്തത്. എന്നാൽ എതിർത്തില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ വൈരാഗ്യത്തോടെ പ്രതികാര ചിന്തയോടെ പെരുമാറുകയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് തുടങ്ങില്ലായിരുന്നു, ഒരിക്കലും റേഡിയോയിൽ പ്രസംഗം തുടങ്ങില്ലായിരുന്നു, ഒരിക്കലും പുസ്തകം എഴുതില്ലായിരുന്നു, ഒരിക്കലും TV പ്രസംഗം തുടങ്ങുകയില്ലായിരുന്നു, ഒരിക്കലും ഇതുപോലെ അനേകായിരം ആളുകൾ കൂടി വരാനുള്ളതായ വേദി ഒരുങ്ങുകയില്ലായിരുന്നു. ഒന്നും എൻ്റേതല്ല, ക്രിസ്തു ചെയ്തു, നന്നായി. അപ്പോൾ അദ്ദേഹം ചെയ്ത തിന്മ പോലും നന്മയ്ക്കായി തീർന്നു. ഇത് ദൈവം കൃപ ചെയ്തെന്ന് എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഞാനങ്ങ് മരിച്ചു പോയാൽ ഈ പുസ്തകങ്ങൾ ജീവിക്കുമല്ലോ, ഞാൻ കടന്നുപോയാൽ ഈ പുസ്തകങ്ങളെല്ലാം അനേകം തലമുറകൾക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും നിലനിൽക്കുമല്ലോ. എന്തൊരു ഭാഗ്യം. ഞാൻ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോഴെല്ലാം ചിലപ്പോൾ വില്യം ബാർക്ലേയുടെ പുസ്തകം റെഫർ ചെയ്യും, എഫ് ഇമേയുടെ പുസ്തകം റെഫർ ചെയ്യും, സ്പർജൻ്റെ പ്രസംഗങ്ങൾ റെഫർ ചെയ്യും, DL മൂഡിയുടെ പ്രസംഗങ്ങൾ റെഫർ ചെയ്യും, വാച്ച്മാനിയുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്യും. ഇതെല്ലാം ചെയ്ത് കരുതിക്കൂട്ടി ഇതെഴുതി വെച്ച് അത് ഇനി വരുന്നവർക്ക് ഇതൊന്ന് റെഫർ ചെയ്യേണ്ട പുസ്തകത്തിലൂടെ കിട്ടിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് എല്ലാം നന്മയ്ക്കാകും, ഒരിക്കലും കയ്പുള്ളവർ വരരുത്. ഭാഗ്യവശാൽ ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ, എനിക്കാരോടും കയ്പുണ്ടായില്ല, എന്നെ എതിർക്കുന്നവരോടൊരു കയ്പുണ്ടായില്ല, മറുപടിയും ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കൂ, എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും കയ്പുള്ള പേരുണ്ടോ? ആരോടെങ്കിലും കയ്പുള്ള പേരുണ്ടോ? ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേരായിട്ട് പുറമേ വളർന്നിട്ടില്ല, മരം പുറമേ വളർന്നിട്ടില്ല, ശാഖകളോ ഉപശാഖകളോ ഉണ്ടായിട്ടില്ല, മരത്തിൽ കായ്ച്ചിട്ടില്ല, കായില്ല, പൂവില്ല, പക്ഷേ വേരുണ്ടോ? കയ്പുള്ള വേര്, അകത്തൊരു വേരുണ്ടോ? വാക്യം ഒന്നൊരു വായിക്കൂ. കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കും. ആരും ദൈവകൃപകിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകരതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കം ഉണ്ടാക്കരുതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കം ഉണ്ടാക്കരുത്. കാരണം എല്ലാവരോടും സമാധാനം ആചരിപ്പീൻ. തുടങ്ങുന്നത് അങ്ങനെയാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയോ ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അല്പം ദൂരവ്യാപകമായ ആശയങ്ങളാണ് അതിനകത്തുള്ളത്. ഏശാവ് ഒരാൾ കയ്പുള്ള പേര് മുളച്ചിട്ട് അത് അടർത്തിക്കളയാതെ അത് പന്തലിച്ച് അത് ശാഖോപശാഖകളായി വളർന്ന് ഒരു ഇട കൊടുത്തതുകൊണ്ട് ഭൂമിക്ക് ലോകത്തിന് മഹാനഷ്ടങ്ങളുണ്ടായി. അതൊരു വേറെ വിഷയമാണ്, അതിലേക്ക് പിന്നെ വന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം.
സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ളതായ കയ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ആരോടെങ്കിലും എല്ലാം പറഞ്ഞു തീർക്കണം. എന്തുണ്ടെങ്കിലും എല്ലാം, എന്തെങ്കിലും പരിഭവങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഷ്ടക്കേടുകളോ മുഷിച്ചിലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കാമെന്ന് പോകണ്ട. പക്ഷേ നിങ്ങളുടെ സംസാരത്തിലോ ഏതെങ്കിലും പ്രകടമായ പ്രവൃത്തിയിലോ അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കുക തന്നെ വേണം. അത് അപ്പനോട് ഉള്ളവർ കാണും, അമ്മയോട് കയ്പുള്ളവർ കാണും, മരുമകളോട് കയ്പുള്ളവർ കാണും, അമ്മായിയമ്മയോട് വെറുപ്പോ വിദ്വേഷമോ ഉള്ളവർ കാണും. കയ്പാണതെല്ലാം. പുറമെ നോക്കിയാൽ തന്നെ വഴക്കടിക്കുന്നതോ തല്ല് കൂടുന്നുണ്ടോ ഒന്നും ഇല്ലല്ലോ. വഴക്കടിക്കുന്നില്ല, ബഹളമൊന്നുമില്ല, ഒച്ചപ്പാടൊന്നുമില്ല. ചിലർ നല്ല കോപിച്ച് അട്ടഹസിക്കുന്നവരുണ്ട്. പക്ഷേ പല വീടുകളിലും അതൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഒരു കൾച്ചർ സൊസൈറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കാര സമ്പന്നമായൊരു സമൂഹമായതുകൊണ്ട് ഒരുപക്ഷെ പുറമേ ബഹളം ഉണ്ടാക്കുന്നില്ല, പുറമേ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, പുറമേ കലഹിക്കുന്നില്ല. നല്ലത്. വീട്ടിലെ കലഹം മറ്റുള്ളവർ അറിയേണ്ടെന്ന് വിചാരിച്ചാൽ വീട്ടിൽ തന്നെ ഒതുക്കും. നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഹൃദയത്തിൽ വേര് മുളച്ചിട്ടുണ്ടോ? അകത്ത് വേരുണ്ടോ? നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനേകർക്ക് ചിന്തിക്കാൻ കാണും. കയ്പുള്ള വേര്. ഭർത്താവിനോട് കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കുന്നവരുണ്ട്. ഭാര്യയോട് കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കുന്നവരുണ്ട്. ഭർത്താവ് ചെയ്ത ഏതോ ഒരു തെറ്റ് അത് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് വീണ്ടും അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും മുറിവിലേക്ക് വീണ്ടും കുത്തുന്നത് പോലെ പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഭാര്യ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അത് തന്നെ ഓർമ്മിച്ചുകൊണ്ട് ആ സാധു സ്ത്രീയെ പിന്നെയും മർദ്ദിക്കുകയോടെ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നവരുണ്ട്. അതുപോലെ മക്കളുടെ കാര്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലും എല്ലാം പരസ്പരം ഒരു വീട്ടിൽ തന്നെ കയ്പുള്ള വേര് മുളച്ചിട്ടുണ്ട്. അത് നാം കാണണം. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാം രക്ഷപ്പെടുകയില്ല. ഉണ്ട്. എന്താണ്? അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എന്താണ്? തനിയെ ഇരുന്ന് ശോധന ചെയ്യണം. ആരുടെ സഹായം വേണ്ട, ആരുടെ അടുക്കൽ പോകണ്ട. നിങ്ങൾ തനിയെ ഇരിക്കണം. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കയ്പുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും? യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. സ്തോത്രം. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വിക്കറ്റ് വേ ഉണ്ടോ? വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നുള്ള മലയാളത്തിൽ തർജ്ജമ ചെയ്തത് വിക്കറ്റ് വേ എന്നാണ് ഇംഗ്ലീഷിൽ. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുഷ്ടമായ വഴികളുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മയായ വഴികളുണ്ടോ? ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വിക്കറ്റ് വേസ് ഉണ്ടോ? തെറ്റായ വഴികളുണ്ടോ? കർത്താവേ, ഇതിന് കാണിച്ചു തരണേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും കൂടി ഒരു സംസാരിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തോട് രഹസ്യമായി പറയണം, കർത്താവേ, ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവേ, ഇവിടെ ശത്രു കയറി വരാൻ നീ സമ്മതിക്കരുത്. ഒരു പരുഷതയോ കലുഷതയോ വരാൻ കലക്കം ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. കർത്താവേ, പിശാച് കയറി വരാൻ നീ സമ്മതിക്കരുത്. ഞാൻ സംസാരിക്കുന്നതിൽ ഒരക്ഷരം പോലും തെറ്റാനിട വരരുത്. ഒരക്ഷരം പോലും ആർക്കും വേദന വരുത്താനിട വരരുത്. ആരെയും കുത്തി മുറിവേൽപ്പിക്കുന്നൊരു വാക്കിന് നാവിൽ വരാനിട വരരുത്. കർത്താവേ, ഞാൻ സംസാരിക്കുന്ന ശുദ്ധോദ്ദേശത്തോടുകൂടി മാത്രമായിരിക്കണം. കർത്താവേ, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. പ്രാർത്ഥിച്ചിട്ട് വീട്ടിലാണെങ്കിലും ഓരോ വാക്കുകൾക്കും നല്ല തൂക്കം വേണം, കനം വേണം, നല്ല വെയിറ്റ് വേണം നിങ്ങളുടെ വാക്കുകൾക്ക്. വെറുതെ വീൺവാക്കുകൾ പറയരുത്. വെറുതെ അലക്ഷ്യഭാവത്തിൽ സംസാരിക്കരുത്. ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടും. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പ്രമേയം വയ്ക്കുകയാണ്. ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ മാറിയിരിക്കും. ഞാൻ മാറിയിരുന്നത് അന്വേഷിക്കും. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കയ്പുള്ള വേര് മുളച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. എവിടെയെങ്കിലും കയ്പുള്ള വേര് മുളച്ചിട്ടുണ്ടോ? പുറമേ കാണുന്നില്ല, മുള അവിടെ എടുത്തിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, എനിക്ക് നീ കാണിച്ചു തരണം. അതായത് എൻ്റെ ജീവിതത്തിൽ വളരെ ഇടവരാതെ വേരോടെ മുഴുവനായി നീ പിഴുതു മാറ്റണം. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം മധുരതരമായി തീരും, ആഹ്ലാദകരമായി തീരും. ആനന്ദത്തിൻ്റെ വേലിയേറ്റം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആരാധനയുടെ സൗകുമാരി അനുഭവിക്കും. ക്രിസ്തുവിനെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ധാരാളമായി ലഭിക്കും. നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ദൈവത്തിൻ്റെ സന്തോഷവും അനുഗ്രഹവും പകരുന്നത് നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുമയമായി തീരും. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ നിങ്ങളുടെ ശരീരം ഇരിക്കുന്നെങ്കിലും ആത്മാവ് സ്വർഗത്തിലാണ്. കയ്പുള്ളവരെല്ലാം പറിച്ചു കളയുക, എല്ലാം പറിച്ചു കളയുക, എല്ലാം മാന്തി എല്ലാം ഉഴുതുഴുത് മറിച്ച് എല്ലാം മാറ്റി അവിടെ കയ്പുള്ളവരെ എവിടെയെല്ലാം ഉണ്ടോ എല്ലാം പരിശോധിച്ച് നോക്കുക, എല്ലാം പിഴുതു മാറ്റുക. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ,
ഞങ്ങളെ ഏഴാം പ്രതി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ തിരുമുൻപാകെ തലമുണക്കിയിരിക്കുന്ന മക്കളെ എല്ലാം അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. തൃക്കരുന്ന മക്കളുടെ ശിരസിന്മേൽ വയ്ക്കണമേ കർത്താവേ. തിരക്തത്താൽ നിന്റെ മക്കളെ കഴുകണമേ കർത്താവേ. സകല ശാപങ്ങളും സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി ഇന്ന് വെളിപ്പെടുമാറാകണമേ കർത്താവേ. എല്ലാവരെയും സമാധാനത്തിലേക്ക് നയിക്കണമേ, നിത്യജീവനിലേക്ക് നയിക്കണമേ, അവിടെ രണ്ടാമത്തെ വരവിലേക്ക് നയിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.